ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3 വലിയ സവാള തിന്നായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന ടൈമിൽ ഇതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് എല്ലാം ഒന്ന് ചതച്ച് എടുത്തതാണ്. 2 ടീസ്പൂൺ പച്ചമുളക്, ഏകദേശം 4 പച്ചമുളകുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ കൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. സവാള ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല പൗഡർ ഹോം മെയ്ഡാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നല്ലൊരു ഫ്ലേവറായിരിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം. അതിന് ഫ്ലേവർ വളരെ കുറവായിരിക്കും. ഈ ഗരം മസാല പൗഡർ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 പൊട്ടാറ്റോ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് പുഴുങ്ങിയിരിക്കുന്നത്. അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചു വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയും അതുപോലെ പൊട്ടാറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതേസമയം മറ്റൊരു കടായിയിൽ 1 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത് വെച്ച റവയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കാൻ വിട്ടുപോകരുത്.
അതിനുശേഷം നന്നായിട്ടൊരു 2 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല തിക്കായിട്ട് വരും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. കണ്ടല്ലോ, ഇതിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇതേ സമയം മസാല ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള മസാല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് ഷേപ്പിലായാലും ഉണ്ടാക്കിയെടുക്കാം. പകുതി മസാല മാത്രമാണ് ഞാനിപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ റവയും ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും നമ്മൾ ചപ്പാത്തി മാവൊക്കെ എടുക്കുന്ന അത്രയും വലുപ്പത്തിൽ ഉള്ള ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഇത് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഈ റവ കയ്യിൽ ഒട്ടുന്നെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം സ്റ്റീമറിൽ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. 10 മിനിറ്റ് മതിയാവും. ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നന്നായിട്ട് കുക്കായതാണ്. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഇതിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കണം. ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചാൽ മതി. ഇതേ സമയം അടുപ്പിലൊരു ഫ്രൈ പാൻ ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഓയിലിലോട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച സ്നാക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നില്ല. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്യാതെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്പൈസി ആയിട്ടാണ് വേണ്ടതെങ്കിൽ മുഴുവനും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്ക് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. സ്പൂണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പുറംവശം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പകുതി ഞാനിവിടെ ഫ്രൈ ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.